ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല സജ്ജമായെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS. ജില്ലയിലാകെ 11,36,036 വോട്ടർമാരാണ് ഉള്ളതെന്നും കളക്ടർ ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. സുതാര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഏപ്രിൽ 9 വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. നിലവിൽ ജില്ലയിലാകെ 11,36,000 വോട്ടർമാരാണുള്ളത്. ഇതിൽ 5,42,861 പേർ പുരുഷന്മാരും 5,57,163 പേർ സ്ത്രീകളും 12 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. 50.65% സ്ത്രീ വോട്ടർമാരും 49.35% പുരുഷ വോട്ടർമാരുമുള്ള ജില്ലയിൽ ആകെ 1,141 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. മാർച്ച് 23 വരെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. മാർച്ച് 24-നാണ് സൂക്ഷ്മ പരിശോധന. മാർച്ച് 26 വരെ പത്രിക പിൻവലിക്കാം. മെയ് 4-ന് വോട്ടെണ്ണലും കഴിഞ്ഞ് മെയ് 6-ന് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പറഞ്ഞു. സ്വന്തം ചേംബറിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ജില്ലാ കളക്ടർ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ജില്ലയിലെടുക്കുകയാണ് 11,36,000 പേരാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നത്തെ ഡേറ്റ് പ്രകാരം ടോട്ടൽ വോട്ടേഴ്സ് ആയിട്ടുള്ളത്. അപ്പം അതിൽ 5,04,861 വോട്ടേഴ്സാണ് മെയിൽ വോട്ടേഴ്സ്. അത് 49.35%. 5,57,163 ഫീമെയിൽ വോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് 50.65% ഫീമെയിൽ വോട്ടേഴ്സായിട്ട് ജില്ലയിലുള്ളത്. 12 ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സാണ് നമ്മുടെ ജില്ലയിലുള്ളത്. SIRന് ശേഷം നമ്മുടെ ജില്ലയിൽ ഏകദേശം 2% വോട്ടാണ് കൂടിയിട്ടുള്ളത്. പിന്നെ മാർച്ച് 15 വരെ കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഫോംസ്, പേര് ചേർക്കാനുള്ള ആപ്ലിക്കേഷൻസ്, എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. മാർച്ച് 15 വരെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വോട്ടിങ്ങിന് അവസരം ഉണ്ടായിരിക്കും. ഫൈനൽ ലിസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന ആപ്ലിക്കേഷൻസും മാർച്ച് 15 വരെ ചെയ്തിട്ടുള്ള ഫോം 6ഉം ഫോം 7ഉം ഫോം 8 പ്രകാരമുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള അവരുടെ പേരും കൂടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് നമ്മൾ സപ്ലിമെൻ്ററി ലിസ്റ്റായിട്ട് അത് പബ്ലിഷ് ചെയ്യും. ഈ വർഷത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടാവുന്നതായിരിക്കും. മുൻ വർഷങ്ങളിലേക്ക് എല്ലാ ബൂത്തുകളും ചെയ്തിട്ടില്ല. ഈ വർഷം എല്ലാ 100% ബൂത്തുകളിലും നമ്മൾ വെബ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ കൺട്രോൾ റൂം നമ്മൾ കളക്ടറേറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ലൈവായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. പിന്നെ എല്ലാ ബൂത്തുകളിലും നമ്മൾ വീൽ ചെയർസും ഉണ്ടാവും. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എന്തെങ്കിലും ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ 229, കാസർഗോഡ് മണ്ഡലത്തിൽ 218, ഉദുമ മണ്ഡലത്തിൽ 237, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 239, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 218 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ ഏപ്രിൽ 8 ബുധനാഴ്ച രാവിലെ മുതൽ വിതരണം ചെയ്യും. 1,141 വോട്ടിംഗ് VVPAT യന്ത്രങ്ങളാണ് വോട്ടെടുപ്പിന് ആവശ്യമുള്ളത്. 20% കൂടുതൽ ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും 30% കൂടുതൽ VVPATകളും റിസർവായി വേണ്ടിവരും. 1,426 ബാലറ്റ് യൂണിറ്റുകളും 1,426 കൺട്രോൾ യൂണിറ്റുകളും 1,538 VVPAT യൂണിറ്റുകളും ജില്ലയിൽ പ്രവർത്തന സജ്ജമാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളുടെ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജും, ഉദുമ മണ്ഡലത്തിലേത് നായന്മാർമൂലയിലെ തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളും, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലേത് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 66, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 45, ഉദുമ മണ്ഡലത്തിൽ 34, കാസർഗോഡ് മണ്ഡലത്തിൽ 57, മഞ്ചേശ്വരം മണ്ഡലത്തിൽ 36 ക്രിട്ടിക്കൽ ബൂത്തുകളുണ്ട്. ആകെ 5,580 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് ഡ്യൂട്ടിക്കായി ആവശ്യമുള്ളത്. 1,370 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും 2,740 പോളിംഗ് ഓഫീസർമാരെയും ആവശ്യമുണ്ട്. 116 സെക്ടറൽ ഓഫീസർമാരെയും നിയോഗിച്ചു. 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 4,292 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. കൂടാതെ 10,259 ഭിന്നശേഷി വോട്ടർമാരുമുണ്ട്. ഇവർക്ക് ഹോം വോട്ടിംഗ് സൗകര്യവും ലഭ്യമാകും. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനവും ഏർപ്പെടുത്തും. ഏപ്രിൽ 7-ന് വൈകിട്ട് 6 മണി മുതൽ ഏപ്രിൽ 9-ന് വൈകിട്ട് 6 മണി വരെയായിരിക്കും ഡ്രൈ ഡേ. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ AN ഗോപകുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ എന്നിവരും ജില്ലാ കളക്ടർക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.